എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഹോൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂസിലേക്ക്. അപ്പോൾ എൻ്റെ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈവൻ നമ്മുടെ സ്റ്റാർട്ടിങ് സിൽവർ മെമ്പർഷിപ്പിൽ വന്നിട്ടായിരുന്നാലും ഡയമണ്ട് മെമ്പർഷിപ്പിൽ വന്നായിരുന്നാലും ഒരു മിനിമം 1 ലക്ഷമെങ്കിലും അച്ചീവ് ചെയ്തവർക്കാണ് ഈ അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ വഴി നമുക്ക് പരസ്യം ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകാരെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം എത്തിക്കുന്ന ആളുടെ ബിസിനസ് കുറച്ച് റെയർ ആയിട്ടുള്ള ബിസിനസ്സാണ്. നിങ്ങൾ ഒരുപക്ഷെ ആ ഒരു വാക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നില്ലെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയും. റെയിൻ കട്ടേഴ്സാണ്. രസകരമായ ഒരു സംഭവമാണ്. നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ്. വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇദ്ദേഹം മലപ്പുറത്തു നിന്നാണ്. ഇദ്ദേഹം ഓൺലൈനിൽ പരസ്യം കൊടുത്തിട്ട് 2 മാസം കൊണ്ട് 1.5 ലക്ഷം രൂപ അച്ചീവ് ചെയ്തു. 1.5 lakh ഇൻ 2 months. ജസ്റ്റ് 2 months കൊണ്ട് അദ്ദേഹം അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം മുഹമ്മദ് ഷിഫാർ ഫ്രം മലപ്പുറം. യെസ് ഷിഫാർ, ഹാർദവമായ സ്വാഗതം ഇൻ്റർവ്യൂവിലേക്ക്. താങ്ക് യു ഡിയർ. ഒന്ന് പരിചയപ്പെടുത്താം, അതുപോലെ റെയിൻ ഗട്ടേഴ്സ് എന്താണെന്ന് കൂടെ ഓഡിയൻസിന് പറയാം. ഓക്കെ, എൻ്റെ പേര് ഷിഫാർ. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് റെയിൻ ഗട്ടേഴ്സ് ആണ്, അതായത് മഴവെള്ളപ്പാത്തി എന്ന് പറയും മലയാളത്തിൽ. നമ്മുടെ എല്ലാ വീടുകളിലും വർഷങ്ങളായിട്ട് നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥക്ക് നമ്മുടെ ഈ മഴവെള്ളമൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിന്റെ ഒരു കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റിയിൽ നല്ലൊരു ഡിസൈനിൽ പുതിയ വീടുകൾക്ക് ഡിസൈൻ ചെയ്യുന്ന വീടുകൾക്ക് അതിന് മഴവെള്ളപ്പാത്തിയിൽ കൂടി ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, സൂപ്പർ. ഓക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയായിരുന്നു, നേരത്തെ ഷേക്കിംഗ് ഉള്ളതുകൊണ്ട്. നോ പ്രോബ്ലം. അപ്പോൾ ഷിവർ, മഴവെള്ള പാത്തിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ആദ്യം ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കോഴ്സിലേക്ക് വരുന്നതിന് മുൻപ്? കോഴ്സിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് സ്ഥിരമായിട്ട് വീട്ടിൽ കുറച്ച് ആർക്കിടെക്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു ക്ലയന്റിന് വേണ്ടിയുള്ള റെഫറൽ വരുന്ന വർക്കുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ആൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ലീഡ്സ് കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രയാസമായിരുന്നു നമുക്ക് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. നമുക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ടായിരുന്നില്ല. റെഫറൽ മാർക്കറ്റിംഗ് മാത്രമാണ് ആശ്രയിച്ചത്. അതെ, ഒരുപാട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങളിൽ ഒരുപാട് ബിസിനസ്സുകാർ ഇതുപോലെ ഒരു ട്രാപ്പിൽ വീണ് കിടക്കും. അതായത് നമുക്ക് റെഫറൽ എന്തെങ്കിലും കിട്ടിക്കൊണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ വന്നോളൂ എന്ന് വിചാരിക്കും. പക്ഷേ അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ ഷിഫാർ? നമുക്ക് റെഫറൽ മാർക്കറ്റിങ്ങിനെ നമ്പി വിശ്വസിച്ച് നിൽക്കാൻ പറ്റുമോ ബിസിനസ്സിൽ? ഇല്ല സാർ, കാരണം ഇപ്പൊ ഈവൻ അവർക്ക് ഇപ്പോൾ ഒരു മന്തിൽ അല്ലെങ്കിൽ ഒരു ഇയറിൽ എന്തെങ്കിലും സ്കാർസിറ്റി വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൂടെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക. ശരിയാണ്, കറക്റ്റ്, വളരെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കസ്റ്റമർ ബേസ്, ഒരു ലൈഫ് ടൈം കസ്റ്റമർ അല്ലേ, LTC നമുക്ക് എന്തായിരുന്നാലും വേണം. എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് വന്നത്? ഫസ്റ്റ് നമുക്ക് 99ന്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു കോൺസെൻസ് കണ്ടതായിരുന്നു, യാദൃശ്ചികമായിട്ട് കണ്ടതായിരുന്നു ഒരു ആഡ്. അങ്ങനെ അതിൽ വന്നിട്ട് ഫസ്റ്റ് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അന്ന് ഉണ്ടായിരുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിന്റെ കോഴ്സ് അന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം ഗ്യാപ്പ് വന്നു. ഞാൻ ഈ ഒരു ബിസിനസ് ഒക്കെ ഒരു തനിയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചു കാലം ക്വിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് മാറി അബ്രോഡ് പോയി. തിരിച്ചു വന്നിട്ടാണ് ഞാൻ ആ സമയത്ത് ഷെൽമാ മിസ്സിനായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. മാമിനായിട്ട് സംസാരിച്ചു. ഒക്ടോബറിൽ നല്ലൊരു ഓഫർ വന്ന സമയത്ത് സിൽവർ മെമ്പർഷിപ്പ് പർച്ചേസ് ചെയ്തു. അപ്പോൾ സിൽവർ മെമ്പർഷിപ്പ് നമ്മള് ക്ലാസ്സുകളൊക്കെ 2 weeks ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ നമ്മുടെ ബാക്കിയുള്ള റിസൾട്ടിന്റെ ഫീഡ്ബാക്കുകൾ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ എത്തണമെങ്കിൽ വീണ്ടും ഒരു ഡയമണ്ട് മെമ്പർഷിപ്പിലേക്കാണ് വേണ്ടതെന്ന് തോന്നി. കാരണം ആ ഒരു ഓഡിറ്റിങ്, നമ്മുടെ എക്സാക്ട് ഒരു ആ എസൻസ് നമുക്ക് ഒരു പാസ് ചെയ്യുന്നത് ഡയമണ്ട്. തൊട്ടൊരു 2 weeks 3 weeks കഴിഞ്ഞപ്പോ നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേയിൽ നല്ലൊരു ഡീൽ വന്നു. അപ്പൊ ആ സമയത്താണ് ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. വണ്ടർഫുൾ. അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നുള്ള യാത്ര പറഞ്ഞു. താങ്ക് യു. എന്താണ് സിൽവർ മെമ്പർഷിപ്പിൽ വന്ന, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക്? സിൽവർ മെമ്പർഷിപ്പില് ഇപ്പോ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് 0 ആയിരുന്നു. അതായത് എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല. ഈ ഒരു നമ്മുടെ ഡിജിറ്റലായിട്ട് എൻ്റെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഈവൻ ഇമെയിൽ ID പോലും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഫിസിക്കൽ ഒരു കാർഡ് കാണിക്കും, അത് പുതിയ ഒരു ആർക്കിടെക്റ്റിന് അവരെ കസ്റ്റമർ ഇത് കാണിക്കുന്ന ഒരു സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഡിജിറ്റൽ നമ്മുടെ സിൽവറിൽ വന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഓരോ
വീക്കിലി നമുക്ക് ഓരോ ഓരോ സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവുക. ഒരു സബ്ജക്റ്റിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ക്രിയേഷൻ, യൂട്യൂബ് ചാനൽ ക്രിയേഷൻ, പിന്നെ നെക്സ്റ്റ് ലാൻഡിംഗ് പേജിന്റെ ഒരു സെഷനൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെഷൻ വന്നപ്പോഴേക്കും ഞാൻ നമ്മുടെ അടുത്ത ഡയമണ്ടിലേക്കും ജോയിൻ ചെയ്തു. ഇതൊരു തുടങ്ങിയ സമയത്താണ് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി ഒരു കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ട എന്തെല്ലാം ക്രൈറ്റീരിയാസ് വേണം, ഫീച്ചേഴ്സ് വേണം, എന്തെല്ലാം എലിമെന്റ്സ് അതിൽ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു മെമ്പർഷിപ്പിൽ നമുക്ക് ഓരോ ഗ്രാജുവലി പഠിക്കാൻ പറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം സാധാരണ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരു ബിസിനസ്സുകാർക്ക് ഇടയ്ക്ക് ഇതിനകത്തൊരു ഡൗട്ട് വരും, നമുക്കിത് പറ്റുമോ ഇല്ലേ എന്നുള്ള. അങ്ങനെ ഒരു ഡൗട്ട് ഷിഫാറിന് വന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്തു? വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡയമണ്ടിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഷെൽമ മിസ്സിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാം എൻ്റെ ഒരു ബിസിനസ് ഈ ഒരു നാച്ചുറൽ ബിസിനസ് ആണ്. അപ്പൊ അത് നമുക്ക് ഈ ഡിജിറ്റലി കൊണ്ടുവരും എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കോച്ചിങ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഡിജിറ്റലി കോച്ചിങ് ചെയ്യുന്ന ആളുകൾക്കാവും കൂടുതൽ എഫക്റ്റീവ് ആവുക. സാറിന്റെ ഒരു ഇപ്പൊ നമുക്ക് ഇപ്പൊ മാം പറഞ്ഞു ഡിസ്കസ് ചെയ്യാം, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒരു 1 മന്ത് നിങ്ങൾ ക്ലാസ് ട്രയൽ ചെയ്ത് നോക്കൂ, എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഉണ്ട് ഈ ഒരു ഓഫർ സമയത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇതിൽ എല്ലാത്തരം ബിസിനസ് ആളുകളുണ്ട്, എല്ലാവർക്കും റിസൾട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യമായപ്പോ പിന്നെ അത് ആ ഒരു ടൈമിൽ തന്നെ നമ്മളത് കൺഫേം ചെയ്യാനുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ നമ്മുടെ ആളുകളൊക്കെ എല്ലാ വീക്കിലും റിസൾട്ടും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് കോൺഫിഡൻസ് കിട്ടാനും കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. വെരി ഗുഡ്. അപ്പോൾ നമ്മളെ ഈ ടെക്നിക്കലായിട്ട് പഠിക്കുമ്പോൾ ഇത് നമ്മൾ ഈ ഒരു മേഖലയല്ല, ഞാനും ഈ ഒരു മേഖല അല്ലായിരുന്നു. ഞാൻ സൈക്കോളജി, മ്യൂസിക്കൊക്കെയാണ് പഠിച്ചത്, ലിറ്ററേച്ചറും. അപ്പോൾ ഷിഫാറിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആദ്യം ടെക്നോളജി പരമായിട്ട് ഉണ്ടായിരുന്നത്? ഏതാണ് ടഫായിട്ട് തോന്നിയത്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കമ്പ്യൂട്ടർ ഇല്ലിറ്ററേറ്റ് ആണെന്ന് പറയാം. കാരണം ഞാനത് കൂടുതൽ സിസ്റ്റം കാര്യങ്ങൾ ഉപയോഗിക്കാത്ത ആളായിരുന്നു. പക്ഷെ എനിക്ക് വന്ന സമയത്ത് ഇപ്പോൾ ഇതില് ഓരോ ടോപ്പിക് കണ്ടിട്ടുണ്ടായിരുന്നു, വെബ്സൈറ്റ്, ലാൻഡിംഗ് പേജ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനത് ഒരിക്കലും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ വന്നപ്പോഴാണ് നമ്മുടെ അതേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകള്, അതിൽ താഴെ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആളുകള്, ഏജ്ഡ് ആയിട്ടുള്ള ആളുകള് എല്ലാവരും ഒരുപോലെ നിന്നിട്ട് ടീം വർക്കായിട്ട് ടീമിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം ഓരോ വീക്കില് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ ക്രിയേഷന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്കും ഈ ഒരു സ്റ്റാർട്ടിങ്ങിലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ടീമിന്റെ സപ്പോർട്ട്, നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ടീമിന്റെ സപ്പോർട്ട് കിട്ടും. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അവർ ടീം വ്യൂവർ ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ സൂമിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്പോട്ടിൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനും ഇപ്പൊ ഒരു ആഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ, ഒരു കോൺഫറൻസ് ലെവലിൽ വന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതങ്ങനെ ഓവർകം ചെയ്യുകയും ചെയ്തല്ലേ? അതെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഷിഫാർ ഇപ്പം ഒരു യങ്സ്റ്ററാണ്. അപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പം ബിസിനസ് രംഗത്തേക്ക് വരുന്നുണ്ട്. പഴയ ട്രെൻഡുള്ളത് കേരളത്തിൽ ഗവൺമെൻറ് ജോലി ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബിസിനസ് രംഗത്തിൽ കടന്നു വരുന്ന യുവാക്കൾക്ക് എന്ത് മെസ്സേജാണ് ഷിഫാർ കൊടുക്കുന്നത്? എനിക്ക് ഈ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു, ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പീരിയോഡിക്കലി സ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മെന്ററെ കൂടെ ഫോളോ ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളത് തനിയെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മുടെ ആ ഒരു യങ്ങിൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ ബെനിഫിറ്റ് ആ സമയത്ത് നഷ്ടപ്പെട്ടു പോകും. നേരെ മറിച്ച് നമ്മള് ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ് ചെയ്തിട്ട് സ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മെന്ററെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം വേസ്റ്റേജ് കുറച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്കെയിലപ്പിലോട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഇതിലുള്ള ഒരു കാര്യം. താങ്ക് യു ശിവ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വരാം. സിൽവർ എടുത്ത ഷിഫാർ 1 മാസത്തിനകം അതിനകത്ത് തന്നെ ഒരു 3 ആഴ്ച കൊണ്ടൊക്കെ ഡയമണ്ടിലോട്ട് വന്നെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ്? ഇപ്പം തന്നെ ഒരു 7,000 സിൽവറിൽ ഇടുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇത്രയും പൈസ കൊടുത്ത് പഠിക്കണമെന്നൊക്കെ ഒരു ചിന്ത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു ട്രെൻഡ് നിൽക്കുക, എങ്ങനെയാണ് ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാമെന്ന് തീരുമാനിച്ചത്? എന്താണ് അതിന് പിന്നിലുള്ള രഹസ്യം? അതിന് പിന്നിലുള്ള രഹസ്യം ഞാൻ സാറടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും
ബിസിനസ്സിലേക്ക് വന്നത്. ഒരു 3 അബ്രോഡ് പോയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാന് ഇനിയും ആ സമയത്ത് ഞാൻ സിൽവർ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്തും ഈവൻ ഡയമണ്ട് എടുക്കുന്ന സമയത്തൊക്കെ ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷെ ഇനിയും ഇതിൽ ലാഗ് എടുത്തു കഴിഞ്ഞാൽ എന്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് എൻ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രഗ്ലിംഗ് പീരീഡ് കുറക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ വെരി ഗുഡ്, വെരി ഗുഡ്, വണ്ടർഫുൾ. അതുപോലെ ഷിഫാർ നല്ലൊരു കോച്ച് കൂടെയാണ് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. എന്തൊക്കെയാണ് കോച്ചിങ് ചെയ്യുന്നത്? അതിപ്പോൾ ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ് നമ്മൾ ഷിഫാറിൻ്റെ ഒരു ഡിജിറ്റൽ കോച്ചിങ് പ്രോഗ്രാം. അതിനെക്കുറിച്ച് പറയാമോ? ഇപ്പോ നമ്മുടെ ഈ ഡയമണ്ട് മെമ്പർഷിപ്പിൽ വന്ന ഉടനെ തന്നെ അങ്ങനെ ഒരു ആശയം കൂടെ ഉള്ളത് കൊണ്ടാണ് ഡയമണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് മൈൻഡിൽ ഉണ്ട് ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്, പക്ഷെ അത് എങ്ങനെ ഡിജിറ്റലി വിസിബിൾ ആക്കും, അതേപോലെ തന്നെ അത് ഏത് രീതി തരം മാർക്കറ്റ് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. ആ സമയത്ത് ഒരു ടോപ്പിക് ഒരു ദിവസത്തെ ടോപ്പിക് നമ്മുടെ വെബിനാർ പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോ ആ ഒരു വെബിനാറിന്റെ ഒരു അന്നത്തെ ഒരു സെഷനിലൂടെ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു മേഖലയ്ക്ക് നമുക്ക് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ഡയമണ്ട് മെമ്പേഴ്സിന് സ്പെഷ്യൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, OTS പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയത്. പിന്നെ സാറ് 1-to-1 അതിന്റെ ഒരു നമുക്ക് ഡയമണ്ട് മെമ്പേഴ്സിന് 1-to-1 സെഷൻ ഉണ്ട്. അപ്പൊ അതില് പേഴ്സണലി അതിന്റെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോ ഒരു ക്ലാരിറ്റി കിട്ടി. അപ്പൊ ഇനി പതുക്കെ അത് ലോഞ്ച് ചെയ്യാനുള്ള ആ ഒരു അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു മെമ്പർഷിപ്പിലൂടെ നമുക്ക് വെക്കാൻ പറ്റും, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഓൺലൈൻ ട്രെയിനർ സീക്രട്ട് അല്ലേ? അത് അറ്റൻഡ് ചെയ്തപ്പോൾ. യെസ്, അത് ഞാൻ ചോദിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ആ ഒരു കോച്ചിങ് ഷിവാറിൻ്റെ ആ ടോപ്പിക്കുകൾ അത് റിവീൽ ചെയ്യാൻ ഇരിക്കുവാണോ അതോ സീക്രട്ടായിട്ട് വെച്ചിരിക്കുവാണോ? അല്ല, റിവീൽ ചെയ്യാണെന്ന്. ഓക്കെ, അതൊരു തുടക്കമാവട്ടെ. അപ്പം ഇതൊന്നും ഈ ഒരു കാണുന്ന ആൾക്കാരിൽ ഒരുപാട് പേര് അത് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ദേ ഓൾസോ വിൽ കോൺടാക്ട് യു. എന്ത് CMS കോച്ചിങ്ങിന്റെ പേര് അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. ഇത് നമ്മുടെ ഒരു കൊമേഴ്സ് മേഖലയിലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇന്ത്യയിലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സിൽ CA, CMA, CS അതിൽപ്പെട്ട ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CMA. അപ്പോ അതിലുള്ള ഒരു നല്ലൊരു വെയിറ്റേജ് വരുന്ന നല്ലൊരു ഇമ്പോർട്ടൻസ് വരുന്നൊരു സബ്ജക്ട് ഉണ്ട്, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ആ സബ്ജക്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ കോണ്ടന്റ് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി കോണ്ടന്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു മെത്തേഡിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയണം. നമ്മൾ ഹിപ്നോട്ടിക് ആയിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സീക്രട്സ് നമ്മുടെ ബാക്കി ടെക്നിക്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും സ്റ്റുഡൻസിനും നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. എത്രയും വേഗം ആ ഒരു സംഭവം കൂടെ പുറത്ത് വരട്ടെ. 2 ബിസിനസ്സും ഒരുപോലെ കൊണ്ടുപോവുകയാണ്. ഇനി ഓഡിയൻസിന് അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ 1.5 lakhs 2 മാസം കൊണ്ട് നേടിയത്? അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും എങ്ങനെയാണ് അത് നേടിയെന്ന് പറയാമോ എല്ലാവർക്കും വേണ്ടിയിട്ട്? കുറച്ച് ടിപ്സും. ഓക്കെ, അപ്പോ ഞാനൊരു സ്റ്റാർട്ടിങ് ഇത്രയും ചെറിയൊരു ഈ ലാഗിൽ വരാൻ കാരണം ഞാൻ ബേസിക്കലി ഒന്നും ഇല്ലാത്ത സമയം, അതായത് മീൻസ് ഒരു ഈവൻ പേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കണ്ടായിരുന്നു. ഇത് ചെയ്ത ഉടനെ പിന്നെ എന്റെ അടുത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട്, ഇനി പെട്ടെന്ന് തന്നെ പെയ്ഡ് ആഡ്സ് ചെയ്യുക, അതേപോലെ വീഡിയോ മാർക്കറ്റിംഗ്. വീഡിയോ ക്യാമറയുടെ മുന്നിൽ ഒരു ഫേസ് ചെയ്യാൻ ഒരു ഈവൻ സെൽഫി ഫോട്ടോ എടുക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പൊ നമ്മുടെ വീഡിയോ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ഒരു സ്റ്റോറി എനിക്കിപ്പോ ഓർമ്മ ഉണ്ട്. അതിലുള്ള ഒരു സ്റ്റോറി എന്റെ ഫീൽഡായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച ഉടനെ വീഡിയോ ചെയ്തു. വീഡിയോ മാർക്കറ്റിംഗിന്റെ നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് വീഡിയോ എടുത്തു. പിന്നെ പെയ്ഡ് ആഡ്സ് തുടങ്ങി. അപ്പോ എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓൾറെഡി നമ്മുടെ ഈ പേജ് കാര്യങ്ങൾ ക്രിയേഷൻ, പിന്നെ നമ്മുടെ 100 leads 1 lakh ഇതായിരുന്നു ഏറ്റവും വലിയൊരു ടാർഗറ്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഭാഗത്ത് സാറ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ നമ്മുടെ ആ ഒരു ടൈമിലായിരുന്നു നമ്മളെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് വന്നിട്ടുണ്ടായിരുന്നു, March 31st. അപ്പൊ പറഞ്ഞു ഈ ഒരു ഓപ്ഷൻ എന്തായാലും മിസ് ചെയ്യരുത്, ഇതെന്തായാലും ഒരു ഓപ്ഷൻ ആക്കിയിട്ട് ആഡ് കൊടുക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മൾ പെയ്ഡ് ആഡ് കൊടുത്തു. പിന്നെ മാത്രമല്ല നമുക്ക് എപ്പോഴും നമ്മുടെ മുകളിൽ ഒരു സീലിംഗ് ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമാകും. ഫസ്റ്റ് തന്നെ എനിക്ക് തന്ന ടാസ്ക് 1 weekന്റെ ഉള്ളിൽ 1 lakh ചെയ്യണം എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സംഭവം വെച്ചിട്ട് കാര്യങ്ങൾ ആഡ് കൊടുത്തു. ലീഡ്സിനെ നമ്മളെ ഒരു ഫസ്റ്റ് രീതിയിൽ എന്നുള്ള രീതിയിൽ കുറച്ച് ക്ലോസിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
ആ ഉം. കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ക്ലോസിംഗ് നടന്നു ഒരു അത് 2-3 ഡേയ്സ്. എന്തിനാണ് നിങ്ങൾ കുറച്ച് പേരെ എന്ത് റീസൺ കൊണ്ടാണ് കുറച്ച് പേരെ പിക്ക് ചെയ്തിട്ട് എനിക്ക് അതായത് നമുക്ക് ഇതുവരെ ആഡ് ഒന്നും കൊടുക്കാതെ ആ ഒരു ഇൻകം ജനറേറ്റ് സ്പെഷ്യൽ. ആൾക്കാരെ ശാലു വിളിച്ചായിരുന്നു. അതെ അതെ. അപ്പൊ അതിലുള്ള എല്ലാവർക്കും ആ ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു ടാർഗറ്റ് എമൗണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വണ്ടർഫുൾ അതിൽ വണ്ടർഫുൾ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ള എക്സ്ട്രാ സപ്പോർട്ടും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചു. പിന്നെ നമ്മുടെ അഡ്വാൻസ്ഡ് നമ്മുടെ ടാർഗറ്റിംഗ് വഴി കിട്ടുന്ന ലീഡ്സ് ഒക്കെ ഒരു കുറച്ച് വാമായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കസ്റ്റമേഴ്സിനായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. വണ്ടർഫുൾ. വാമാവാൻ വേണ്ടി എന്താണ് ഉപയോഗിച്ചത്? വീഡിയോ മാർക്കറ്റിംഗ് ആണോ? വീഡിയോ മാർക്കറ്റിംഗ്. പിന്നെ നമുക്ക് ഇതിനു മുന്നേ നമുക്കൊരു ഡെമോ വീഡിയോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ് സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ഫോൺ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് സംസാരിക്കും. അങ്ങനെ ട്രഡീഷണൽ. ഇപ്പൊ നമുക്കത് ഒരു കസ്റ്റമർ നമുക്കൊരു ആഡ് കണ്ടിട്ട് ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ക്വിക്ക് റിപ്ലൈ വഴി ഒരു ഇനീഷ്യൽ മെസ്സേജ് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് റിപ്ലൈ വെച്ചിട്ട് ഡെമോ വീഡിയോ, അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ പ്രൊഡക്റ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പോകുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് ക്വിക്ക് റിപ്ലൈ വെച്ചിട്ട്. അപ്പൊ അവർക്കൊരു ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിലൂടെ തന്നെ ആവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പോ ഇതിൽ ലീഡ്സ് വന്നതില് ഇപ്പൊ എമൗണ്ട് ആയതേ ഉള്ളൂ. ഈ ഒരു എമൗണ്ട് തന്നെ എനിക്ക് വന്ന ലീഡ്സിൽ ഈ 2 ക്ലോസിംഗ് ആണ് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട്. ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട 2 എൻക്വയറി ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ നല്ല ഡേറ്റ്സിൽ വരുന്നതാണ്. അബ്രോഡുള്ള ആളുകൾ നാട്ടിലേക്ക് എത്തും ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പൊ നിയർലി അവൈലബിൾ ആവേണ്ട 2 കസ്റ്റമേഴ്സിനെയും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സൂപ്പർ. ഇത് ശരിക്കും ഫേസ്ബുക്ക് ലീഡ്സ് തന്നെയാണ്, ഷിഫാറിന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. വണ്ടർഫുൾ. എങ്ങനെ ഫീൽ ചെയ്തു അങ്ങനെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ ക്ലോസ് ചെയ്തപ്പോൾ? അറിഞ്ഞൂടാത്ത ഒരു ഫീൽ ആയിക്കാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഒരു ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒന്നുമില്ല, ഒരു എൻഗേജ്മെന്റ്സ് ഇല്ല. പിന്നെ സൈറ്റ് വരുന്നവരെ നമ്മൾ ബ്ലാങ്ക് ആണ്. ഇപ്പൊ ആ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ പീരിയോഡിക് ആയിട്ട് ആഡ് ചെയ്യുന്നു. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ലീഡ്സ് വരുന്നുണ്ട്. ആ ലീഡ്സ് നമ്മൾ കുറച്ച് ദിവസം ഫോളോ അപ്പ് ചെയ്യും. നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു മിനിമം പീരീഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് സാറ് പറഞ്ഞ പ്രകാരം. അപ്പോൾ അതിൽ സോർട്ട് ചെയ്യും. നമുക്ക് ഫ്യൂച്ചറിൽ കോൺടാക്ടിന്റെ ആളുകൾ നമ്മൾ പ്രത്യേക ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി അതിലോട്ട് മാറ്റും. അല്ലാത്ത റിജക്ട് ചെയ്യേണ്ടതാണെങ്കിൽ റിജക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആഡ് പോകും. അപ്പൊ നമുക്കൊരു ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു അല്ലേ? ഇപ്പൊ ഈവൻ ഈ ഒരു വീക്ക് നമുക്കൊരു വർക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു ടൈമിൽ നമുക്കൊരു ആഡ് കൊടുക്കാനും ഫോളോ അപ്പ് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ട്. മറ്റത് ഒരു ത്രൂ ഔട്ട് നമ്മളൊരു ബ്ലാങ്ക് അവസ്ഥയിൽ ഒന്നുമില്ലാതെ നിൽക്കേണ്ട അവസ്ഥ. വണ്ടർഫുൾ. വെരി ഗുഡ് ഷിവാർ, വെരി ഗുഡ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട്. എന്താണ് എൻ്റെ ഹിപ്നോഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഷിവാർ കണ്ട ഒരു വ്യത്യാസം? എനിക്കത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമുക്ക് പല ആഡുകളും പല പ്രൊഡക്റ്റും നമുക്ക് കാണാറുണ്ട്. ഇപ്പൊ എന്റെ ഒരു ഫീൽഡിൽ തന്നെ പല പ്രൊഡക്റ്റുകളും ഞാൻ പല ആഡുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കസ്റ്റമർ ഒരു ആഡ് കാണുന്ന ടൈമിൽ അവരെ ഹുക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിൽ സ്കിപ്പ് ചെയ്യാതെ പിടിച്ചിരിക്കാൻ ഏത് തരം ക്യാപ്ഷൻസ് ഉപയോഗിക്കണം, ഏത് വേർഡിങ്സ് ഉപയോഗിക്കണം, ഈ ഒരു സംഭവം സാറ് നമുക്ക് പിരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അതിന്റെ ഇടയിൽ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോ ഞാനൊരു ആഡ് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു, ഒരു ആഡ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് സാറിന്റെ അടുത്ത് തന്നിട്ട് സാർ അതിന്റെ ഒരു കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അടുത്ത വീക്കില് നമ്മളെ ആഡ് റൺ ചെയ്തു. അടുത്ത വീക്കിൽ നമുക്കൊരു ഫസ്റ്റ് ക്ലോസിംഗ് അതിൽ നടന്നു. അപ്പോ ഒരു നമ്മള് ഒരു മനുഷ്യൻ, നമ്മള് ഹ്യൂമൻ ബീങ്സിനാണ് നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഏത് രീതിയിലാണ് അവർക്ക് ഇത് ക്യാച്ച് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സീഡായിട്ട് കിട്ടുന്ന കാരണം പിന്നെ നമുക്ക് അതിന്റെ ഭാഗത്ത് കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരുന്നില്ല. ആ ഒരു കിട്ടുന്ന അതേ പോയിന്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്താൽ മാത്രം മതി. ഓൾറെഡി എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടിയ ആ ഒരു മെറ്റീരിയൽ, ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നേരെ ലോഞ്ച് ചെയ്താൽ മാത്രം നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ആഡ് വീഡിയോ അല്ലെങ്കിൽ ഡെമോ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് വരുന്ന ഒരു കറക്ഷൻസ് ഒക്കെ ഒരു ഓഡിറ്റിംഗ് എന്നുള്ള സെഷനിൽ നമുക്കത് ക്ലിയർ ആകുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് കൂടുതൽ അതിന്റെ അഡീഷണൽ വർക്കിങ്സ് ആവശ്യമില്ല. ജസ്റ്റ് ലോഞ്ച് ചെയ്യുക, ആഡ് കൊടുക്കുക, ലീഡ് ചെയ്യുക എന്നുള്ള ആ ഒരു പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും.
വണ്ടർഫുൾ വണ്ടർഫുൾ. എന്താണ് ഒരു നമ്മുടെ ഇവിടുത്തെ സപ്പോർട്ട് ടീമിനെ കുറിച്ച്, ഷാലു മിസ്, ഷെൽമ മിസ്, വിമൽ സാറിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? വളരെ നല്ല കോപ്പറേറ്റീവ് ആണ്. കാരണം നമ്മൾ ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരും. മാത്രമല്ല എനിക്ക് അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, നമ്മുടെ ഈ സ്റ്റുഡൻസിന് റിസൾട്ട് വരുന്നത് കാണാൻ അത്രയും ആഗ്രഹമുള്ള ഒരു ടീമാണ്. അവർക്ക് ഒരു അൾട്ടിമേറ്റ് അവർക്ക് ഈ സ്റ്റുഡൻസിന്റെ റിസൾട്ട് വരണം, അവർക്ക് ഇത്ര ഇൻകം കിട്ടണം, അവർ സ്കെയിലപ്പ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ള ഒരു ടീമാണ്. അപ്പൊ ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഏത് സമയത്തും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇപ്പോ താങ്ക് യു. ആണെങ്കിലും ഒരുപാട് സമയം മോർണിംഗ് ചിലപ്പോൾ എന്റെ മെസ്സേജ് കണ്ടിട്ട് ആ ഒരു അവരെണീക്കുന്ന സമയത്തിന് എന്റെ മെസ്സേജ് ഉണ്ടാവും. അപ്പൊ ആ സമയത്തിന് അതിന്റെ റിപ്ലൈ തരാറും, ലേറ്റ് നൈറ്റ് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്ന സമയത്ത് അതൊക്കെ പേഴ്സണലി കിട്ടിയ ആളാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു ശിവ, താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ നമുക്ക് വൈൻഡപ്പിലോട്ട് വരുവാണ്. ഇനി ഞാൻ ഷിഫാറിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഞാൻ പറയാം, അതുപോലെ ഷിഫാറിന് എന്നിൽ ഇഷ്ടപ്പെട്ടതും പറയാം. ഷിഫാറിൽ എനിക്ക് ഷിഫാറിനെ ഇപ്പോൾ കുറേ നാളായിട്ട് അറിയാം, വളരെ അടുത്തറിയാം. അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ഡീപ്പ് ലേണറാണ്. ഞാൻ പല കാര്യത്തിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും പഠിക്കുമെങ്കിലും ഷിഫാർ ആ പഠിക്കുന്ന സാധനത്തിന് കുറേ മനസ്സിലിട്ട്, ശരിയല്ലേ ഞാൻ പറഞ്ഞ, കുറേ മനസ്സിലിട്ട് നല്ലവണ്ണം അങ്ങനെ ആഴത്തിൽ അങ്ങ് പിടിക്കും. ഞാൻ പറയണ ഒരു പോയിന്റും ഷിഫാർ മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സാധനങ്ങളും ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സാധനം ചെയ്തുകൊണ്ട് വരും ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓഡിറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓഡിറ്റിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ളത് ഷിഫാറാണ്. ഡയമണ്ടിൽ ഏറ്റവും കൂടുതൽ കറക്ഷന് കൊണ്ടുവന്നിട്ടുള്ളത് ഷിഫാറാണ്. വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലോങ് ഷോട്ടൊക്കെ ചെയ്തിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. ദൂരെ നിന്നിട്ടൊക്കെ സംസാരിക്കുന്നത് മഴവെള്ളപ്പാത്തിയെക്കുറിച്ചും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡീപ്പ് ലേണർ. യു ആർ എ വെരി ഡീപ്പ് ലേണർ. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു താങ്ക് യു ഷിഫാർ. കീപ് ഗോയിങ് ലൈക്ക് ദിസ്. ഷിഫാറിന് എന്നിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? സാറിന്റെ അടുത്ത് നമുക്ക് ഏത് ടോപ്പിക് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് ദേഷ്യം എപ്പോ ചില സമയത്തൊക്കെ ലേറ്റ് ആയിട്ട് പോകുമ്പോഴും ആളുകൾ ഇങ്ങനെ കുറെ ഡൗട്ടൊക്കെ ചോദിക്കുന്നത് നമുക്ക് ചോദിക്കും, സാർ എങ്ങനെയാണ് ഈ ടൈമിൽ ഹാൻഡിൽ ചെയ്യുന്നത്? സാറിന് അതൊരു പ്രശ്നമല്ല, സാറിന് ദേഷ്യം വരില്ല. എത്ര ടൈം വേണമെങ്കിലും അത് അർഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട സംഭവം കൊടുക്കാൻ സാറ് തയ്യാറാണ്. എനിക്കത് പേഴ്സണലി തോന്നിയൊരു കാര്യം. അതിനൊരു മടുപ്പോ ഒരു ക്ഷീണോ ഒന്നും ഇപ്പൊ എനിക്ക് OTS തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സാറ് വന്ന് സാറിനൊരു ഫീവർ കോൾഡ് ഒക്കെ ഉള്ള പോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനും വിചാരിച്ചു എങ്ങനെയാണ് ഇപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇനിയിപ്പോ മുന്നോട്ട് പോവാന്നുള്ളത്. പക്ഷെ അതാണ് തുടങ്ങി കഴിഞ്ഞപ്പോ സാറിന്റെ എനർജി മാറി. അത് നമ്മള് ലേറ്റ് ഒരു മോർണിംഗ് തുടങ്ങിയ സെഷന് ഒരു 11 മണി 10:30. പക്ഷെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ആ ഒരു ഓഡിയൻസിനൊന്നും കൊടുക്കാതെ ത്രൂ ഔട്ട് ആ എനർജിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാർ വളരെ ഇൻട്രസ്റ്റ്. താങ്ക് യു ഷിവ, താങ്ക് യു സോ മച്ച്. ഓൺലൈൻ ട്രെയിനേഴ്സ് സീക്രട്ടില്ല അല്ലേ? ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന്റെ പോലത്തെ. യെസ്, ഓൺലൈൻ ട്രെയിനേഴ്സ്. യെസ്, അതാണ് എനിക്ക് തോന്നുന്നത്, അതാണ് ഷിഫാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം എന്തോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ത്രൂ ഔട്ട് പോയ ഒരു സെഷന് ഒരു ഡേ ഫുൾ എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ തുടങ്ങിയിട്ട് നമ്മൾ 6 മണി നിർത്തുമെന്ന് പറഞ്ഞ്, പക്ഷെ 6, 7, 8 എന്ന് പറയും 11 വരെ വെബിനാറൊക്കെ പഠിപ്പിച്ചു. വെബിനാർ ക്ലോസിംഗ് എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. അന്ന് നമ്മൾ 16 ഹവറൊക്കെ പോയ ഒരു 16 അവർ പോയി, ഒരു ദിവസം 16 അവർ പോയായിരുന്നു. സാധാരണ വീക്ക്ലി നമ്മൾ 2-3 ഹവേഴ്സ് ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഏത് മനുഷ്യനും അവരൊരു ഇത് കൊടുക്കാവുന്ന ഒരു ടൈം ഉണ്ടാവുള്ളൂ. പക്ഷെ അന്ന് 16 ഹവേഴ്സ് നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ആ കാര്യങ്ങൾ പറയാനും അത് നല്ലൊരു എക്സ്പീരിയൻസ്. താങ്ക് യു ഷിഫാർ. ഇല്ല, അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ എൻ്റെ ടീമും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പഠിക്കാൻ അല്ലേ തോന്നിയില്ലേ? നമ്മുടെ ഡയമണ്ടിലുള്ള സ്റ്റുഡൻസ് എല്ലാം ഒരു പഠിക്കാൻ ഭയങ്കര ഒരു ആർത്തിയുമുണ്ട്, ക്ഷമയുമുണ്ട്. അത് ഇവരൊക്കെ ശരിക്കും നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പല പൊസിഷനിൽ ഇരിക്കുന്നതാണ്. ഇപ്പം ഷിഫാർ തന്നെ ആയിരുന്നാലും ഒരുപാട് നോളജുള്ള വ്യക്തിയാണ്. പക്ഷെ അതിനകത്ത് വന്ന് ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ഇങ്ങനെ ഇരിക്കണമാണോ നമുക്ക് പിന്നെയും പറഞ്ഞു തരാൻ തോന്നും, എല്ലാം നമുക്ക് പഠിപ്പിക്കാനുള്ള തോന്നും. താങ്ക് യു ഷിഫാർ. ഞാൻ ശരിക്കും ഈ ഒരു ഇൻ്റർവ്യൂ എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ലാസ്റ്റായിട്ട് ചോദിക്കുന്നത്, നമ്മുടെ ഈ ഡയമണ്ട് മെമ്പർഷിപ്പ് ഷിഫാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ വരുന്ന ബിസിനസ്സുകാർക്ക്? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? തീർച്ചയായിട്ടും അതിന് ഒരുപാട് കാരണങ്ങൾ. ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്, നമുക്ക് ഇപ്പോ മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ അപ്ഡേഷൻസും നമുക്ക് ആ റൈറ്റ് ടൈമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെന്ററിനെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മെന്ററിനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരിക്കും. അപ്പൊ നമുക്ക് ആ സ്ട്രഗ്ലിംഗ് പീരീഡ് പെട്ടെന്ന് കുറക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് നമുക്ക് അങ്ങനത്തെ ഒരു ടീമുകളാണ്. നമുക്ക് ഇതിന്റെ സാറാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലൊക്കെ ആ ഒരു
ഇതാണ് കിട്ടുന്നത്. വേൾഡ് ക്ലാസ് ട്രെയിനിങ്ങിന്റെ ഒരു എസൻസ് ആണ് നമുക്ക് ഉം. കിട്ടുന്നത്. പിന്നെ ഈ ഓഡിറ്റിങ് അതേപോലെ തന്നെ ഈ സ്പീഡ് എഴുതി കിട്ടുന്നത് കാരണം ആളുകൾക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് തന്നെ ആവും. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് നമുക്ക് ഏതൊരു ബിസിനസ്സിനും നമുക്ക് സ്ട്രഗ്ലിംഗ് പീരീഡ് പെട്ടെന്ന് കുറച്ച് നമ്മൾ പെട്ടെന്ന് ഗ്രോത്ത് സ്കെയിലപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഈവൻ ഞാനാണെങ്കിലും ഇതിലുള്ള ബാക്കി മെമ്പേഴ്സ് ആണെങ്കിലൊക്കെ ഈ ഒരു ചുരുങ്ങിയ ടൈമിലാണ് ഒരുപാട് റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ റിസൾട്ട് കിട്ടുന്ന സംഭവം നമുക്ക് ബാക്കിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഷുവർ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഷുവർറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ റിസൾട്ട് ഉണ്ട്, നല്ല അപ്ഡേഷൻസ് ഉണ്ട്, നല്ല കോപ്പറേറ്റീവ് ടീമാണ്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഫാസ്റ്റ് ട്രാക്ക് ആണല്ലേ, നമ്മൾ സിൽവറിൽ നിന്ന് കാട്ടി പെട്ടെന്ന് റിസൾട്ട് ഡയമണ്ടിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അതുപോലെ നിങ്ങൾക്ക് ഈ റെയിൻ വാട്ടർ ഗട്ടേഴ്സിനെ കുറിച്ച് ഉള്ള എന്ത് ഡീറ്റെയിൽസിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഷിഫാറിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ അദ്ദേഹം CMS അല്ലേ അതിൻ്റെ പേര്, പ്രോഗ്രാമിൻ്റെ CMA കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ബിൽഡിംഗ് കോൺട്രാക്ട്സിൻ്റെ ഡൗട്ടുകൾ, മഴവെള്ള പത്തികൾ വെക്കുന്നതിൽ നിങ്ങളുടെ മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മളെ ഡയമണ്ട് മെമ്പർഷിപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് കോച്ചിങ് കമ്മ്യൂണിറ്റി രൂപീകരിക്കലാണ് എൻ്റെ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി രൂപീകരിക്കലാണ് എൻ്റെ മിഷൻ. അതിൽ എന്നെ സഹായിക്കുന്ന ആൾക്കാരാണ് എൻ്റെ സ്റ്റുഡൻസ് അല്ല, ഇവരെല്ലാം ട്രൂ ലീഡേഴ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വെറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഷിഫാറിന് തരാൻ പോകുന്ന ഒരു ചലഞ്ച്, ഇപ്പോൾ നമ്മൾ ഹോൾ ഓഫ് ഫെയിം ആണ്. അടുത്ത വർഷം ഇതേ ചാനലിൽ, ഈ വർഷം 26-ാം തീയതി എൻ്റെ അവാർഡ് വാങ്ങിയാൽ പോകണം, ഹോൾ ഓഫ് ഫെയിം അവാർഡ് വാങ്ങിയാൽ പോകണം. ഇതേ ചാനലിൽ ഷിഫാറിന് 1 കോടി അച്ചീവ് ചെയ്ത് വരുമോ? അതാണ് ചലഞ്ച്. വരും, എനിക്കതാണ് വേണ്ട. അടുത്ത വർഷം എൻ്റെ 1 കോടി അവാർഡ് അദ്ദേഹം മേടിക്കും. ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം 1 കോടിയുടെ കഥ നിങ്ങളോട് പറയും. യെസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഷിഫാർ, താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. യെസ്, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.